എങ്കിലേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് എൻ്റെ ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ. ജ്വല്ലറി എന്ന് പറയുമ്പോൾ എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇനി വീഡിയോയിൽ എന്നെ കാണാൻ ചാൻസ് ഇല്ല. കാരണം ഞാനിനി ബാക്ക് ക്യാമറ വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തു തരാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇന്നലെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമ്മൽ കൂടിയാണ് കേട്ടോ. ഇതെനിക്ക് അമ്മ വാങ്ങിക്കൊണ്ട് വന്നേ കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീടിനുള്ളിൽ വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോണിൻ്റെ കളറൊന്നും അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു മങ്ങിയ കളർ ഷെയ്ഡ് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനെല്ലാം കൂടി പറക്കി കെട്ടി ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് ഞാനും സൈറക്കുട്ടിയും കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നെച്ചൂസ് ആണെങ്കിൽ താഴെ റൂമിൽ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പം അവൾ ഉറങ്ങുന്ന ടൈമിലല്ലേ ഇതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയമാണെങ്കിൽ അവളും കൂടെ വാരി വലിച്ചെടുത്തിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവളുടെ പുറമിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് ഒരു മജന്ത കളറും പിന്നെ വൈറ്റ് സ്റ്റോണ് സെൻറ്ററിലുമാണ് വന്നേക്കുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണിത്. പിന്നെ ഉള്ളൊരിതാണ് ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള കമ്മല. ഇത് യെല്ലോ കളറും വൈറ്റ് കളറും ഇവിടെ വന്നിട്ടുള്ളൊരു സ്റ്റോണാണ്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിൻ്റെ കൂടെ ഞാനിങ്ങനെ നമ്മുടെ സൂര്യകാന്തിപുരം സുന്ദരപാണ്ഡിപുരം, ഞാൻ എപ്പോഴും സൂര്യകാന്തിപുരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ആ സൂര്യകാന്തിയോടെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ കമ്മലും കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതും എനിക്ക് അമ്മ വാങ്ങി തന്ന കമ്മല. ശരിക്കും പറഞ്ഞാൽ ഈ കമ്മലൊക്കെ എങ്ങനെ വാങ്ങുന്നതാണെന്ന് അറിയുമോ? നമ്മൾ പുറത്ത് പോകുന്ന ടൈമിൽ ഈ നമ്മുടെ ഹിന്ദിക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഈ വിറ്റുകൊണ്ട് നടക്കുമല്ലോ, മറ്റേ ഇതിനകത്തിലിങ്ങനെ തൂക്കി പിടിച്ചോണ്ട്. ഇത് കുറേ പഴക്കമുള്ള കമ്മല കേട്ടോ. കുറേ പഴക്കമുള്ള, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കമ്മലാണിത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തിനുള്ള കമ്മലാണ്. പക്ഷേ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതും അമ്മ വാങ്ങിത്തന്ന കമ്മല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കമ്മലാണിതെല്ലാം. നമ്മുടെ വലിയ കമ്മലിനൊക്കെ 30 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അവർ ഇവിടെ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു കച്ചവടമൊക്കെ തുടങ്ങുന്ന ടൈമിൽ പിന്നെ അവർ കച്ചവടം ഓടിച്ചു പോയി. അവർ കമ്മലിൻ്റെ സ്റ്റോണും വലിപ്പവും അനുസരിച്ചിട്ട് അവർ വില കൂട്ടി തുടങ്ങി. 30 രൂപയ്ക്കൊന്നും ഇപ്പോൾ കിട്ടൂല കേട്ടോ. വളരെ ചെറിയത് വല്ലതും കിട്ടിയാലായി. പിന്നെ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇട്ട് നോക്കുമ്പോഴത്തേക്കിന് എനിക്കെന്തോ ഓവറായിട്ട് തോന്നും. പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ സാരിയൊക്കെ ഉടുക്കുന്ന ടൈമിൽ ഇടാൻ പറ്റിയ ഒരു കമ്മലാണ്. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ 7th മന്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കമ്മലായിരുന്നു. ഇതിൻ്റെ കൂടെ ചോക്കറും ഉണ്ട്. നമ്മുടെ ചാനലിൽ എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന കമ്മൽ, ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള കമ്മല. കുറേ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ ഇത് കാണാൻ? എനിക്ക് ഈ കമ്മലിനെ കാണുമ്പോൾ എനിക്ക് പീക്കോക്കിനെ ഓർമ്മ വരും. പിന്നെയാണ് ഈ കാണുന്നത്, ഒരു ചിലങ്ക മാതിരിയുണ്ട്. ഇതിടുമ്പോൾ എല്ലാം അമ്മ എന്നോട് പറയും, എന്താ ഈ കാതിലെടുത്തിട്ടേക്കുന്ന അമ്മച്ചി നീ എന്ന് ചോദിക്കും. എനിക്ക് ചേരുന്നില്ല എന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടും. ഈ കമ്മലും കുറേ വർഷം പഴക്കമുള്ള കമ്മലാട്ടോ. ഞാൻ ഒത്തിരി ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള കമ്മലായത്. എനിക്ക് പൊതുവേ റിങ്സിനോടും കമ്മലിനോടും ഭയങ്കര ക്രേസാണ്. ഇത് രണ്ടും എനിക്കിങ്ങനെ വാങ്ങിക്കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ വീട്ടിൽ എപ്പോഴും ഞാൻ കാതിലൊരു സ്റ്റഡ് മാത്രമേ ഇടാറുള്ളൂ. ഒരു ഗോൾഡിൻ്റെ ഒരു സ്റ്റഡ് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് ആ സ്റ്റഡ് ഊരിയിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടുണ്ട് പോകും. എനിക്ക് ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ്.